ഹലോ, നമ്മുടെ എസ് ജി ഒയുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പണി തരുന്നതുകൊണ്ട് എല്ലാം കൂടെ ഇപ്രാവശ്യം ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റും നമ്മുടെ എക്സാം ഡേറ്റും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ബുക്കും കാര്യങ്ങളൊക്കെ ഇപ്പം അടുത്താണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതേപോലെ പുതിയതായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി അത് തുറന്നു നോക്കാനുള്ള ടൈം ഇത് കഴിഞ്ഞിട്ട് വേണം കണ്ടെത്താൻ. അപ്പോൾ എന്തായാലും അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു അസൈൻമെൻറ്റും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാതും ഒരുവിധം തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഓൺലൈനായിട്ട് സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഓഫ്ലൈനായിട്ട് അവിടെ കൊണ്ടുവയ്ക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇനി അത് PDF ആയി കൺവേർട്ട് ചെയ്യണം, 10 MB കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ക്ലിയറായി വന്നപ്പോൾ ടൈമും നല്ല രീതിക്ക് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയത് പ്രകാരം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞാൻ ടോപ്പിക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പേജിൽ അത് അങ്ങനെ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം 9 കംപ്ലീറ്റ് ആയി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പം ഞാനിതുപോലെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഒരു പേജിൽ ടോപ്പിക്ക്, പിന്നെ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ നമ്മുടെ കണ്ടൻറ് പേജ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കൺക്ലൂഷൻ. ഒരു 7 പേജ് ഞാൻ എഴുതിയിട്ടുള്ളൂ കണ്ടൻറ് പേജ്, കാരണം 10 പേജ് ലിമിറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ റെഫറൻസും അതുപോലെ ബാക്കി ഫേസിങ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇനി പ്രിൻറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത്രയാണ് എൻ്റെ ഒരു അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അസൈൻമെൻറ്റ് എഴുതാം കേട്ടോ.